നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കമാണ്, കണ്ടെത്തലുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേസിൽ ഹവാല ഇടപാട് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായകമായ വിവരം. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ആ ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വഴിത്തിരിവുകൾ, ഈ കേസിൽ സംഭവിച്ചിരിക്കുന്ന വഴിത്തിരിവുകൾ, ഇഡിയുടെ നിർണായകമായ കണ്ടെത്തലുകൾ, ഈ വിഷയത്തെക്കുറിച്ച് മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സർ, ഇപ്പോൾ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ കണ്ടെത്തലുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിനിടയിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നൊരു കമ്പനി, മാത്രമല്ല ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെന്ന കണ്ടെത്തലുകൾ എങ്ങനെ വിലയിരുത്തുന്നു? ഏറ്റവും പുതിയ വിവരങ്ങളെ, ഇഡിയുടെ കണ്ടെത്തലുകളെ. ഇഡിയുടെ അന്വേഷണം വളരെ സത്യസന്ധമാണെന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ പത്രസമ്മേളനം നടത്തി ഇത് വെളിപ്പെടുത്താറില്ല. എന്താണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, ഇഡിക്കെതിരെ, ഇഡി എന്ന് പറയുന്നത് RSSന്റെയും സംഘപരിവാറിന്റെയും ഒരു മർദ്ദനോപകരണമാണ്. അവർ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ്, CPMനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്, മോദിക്ക് വേണ്ടി ചെയ്യുകയാണ്, ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അന്തസ്സിന്റെ മുദ്ര, ഒരു പ്രൊഫഷണലിസം ഒക്കെ തകരുകയാണ്. ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഭരണഘടന അനുസൃതമായിട്ട്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഉള്ള ഒരു ബോഡിയുടെ സകലമാന അവരുടെ സത്തയും നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ സത്യസന്ധതയും നഷ്ടപ്പെടുകയാണ്. അപ്പൊ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ മാസം ഇഡി ഡയറക്ടർ തന്നെ നേരിട്ട് കൊച്ചിയിലെത്തിയപ്പോൾ ഇഡി ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്തു ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, ഏത് തരത്തിലായാലും അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, ഒരു ആരോപണത്തിനും പഴുതുണ്ടാക്കാത്ത വിധമായിരിക്കണം എന്നുള്ള ആ നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ പത്രസമ്മേളനം പുറപ്പെടുവിച്ചിട്ടുള്ളത്, ഒരു പത്ര റിലീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കാരണം അത് കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ സുതാര്യം, ജനങ്ങൾക്കല്ല ഇത് ബോധ്യമാവുന്ന തരത്തിൽ അത്രമാത്രം പഴുതടച്ചുകൊണ്ടാണ് ഈ ഉത്തരങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള CPMന്റെ വ്യാഖ്യാനങ്ങൾ, അവർ പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല, അവരുടെ പാർട്ടിക്കാർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് ഇപ്പൊ അന്വേഷണം പോയിരിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിഗൽ, അതുപോലെ കുറെ DYFI CPMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം എന്നിങ്ങനെയൊക്കെയുള്ള ആളുകളിലേക്കാണ്. പേരല്ല പ്രസക്തം, അവരുടെ സ്ഥാനമാനങ്ങളാണ്. ഇവർ തന്നെ വീണ വിജയന്റെയും കൂട്ടുകാരായി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് വന്നിട്ട് ഈ രംഗത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു കുടുംബം മുഴുവൻ പങ്കെടുത്ത ഒരു അഴിമതിയായിരുന്നു എന്നുള്ളതാണ് വരുന്നത്. കുടുംബം മുഴുവൻ പങ്കെടുത്ത, അവർക്കെല്ലാം പങ്കാളിത്തമുള്ള ഒരു അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കുന്ന തരത്തിലാണ്, വളരെ തന്ത്രപൂർവം ഈ പരാതി ഇവിടെ വന്നിട്ടുള്ളത്. ആ തരത്തിലുള്ള ഒരു പരാതിയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് CPMന്റെ കേന്ദ്രങ്ങളെ ഞെട്ടിക്കുകയും അവരുടെ ഭാവിയെ തന്നെ തകർക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഇത്രയും നാൾ കുഴപ്പം ഈ അഴിമതി നടത്തിയതല്ല, മറിച്ച് ഇത്രയും നാളും ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച, ആ സത്യസന്ധതയില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത കാബളിപ്പിക്കൽ തന്ത്രം, കള്ളത്തിന് മേൽ കള്ളം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കുടില തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇഡിയെ കായികമായിട്ട് നേരിട്ടുകൊണ്ട് തകർക്കാം എന്നുള്ളൊരു ഗൂഢോദ്ദേശം. ഇത് ഒരു ഗുണ്ട സംഘത്തിന് മാത്രം ചേർന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ CPMന്റെ ഇമേജിനെ വളരെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ കാര്യങ്ങളെല്ലാം ഇപ്പോ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇഡി കേന്ദ്രങ്ങൾ. അത് തീർച്ചയായിട്ടും CPMന് ദോഷം ചെയ്യും. അതിന്റെ അണികൾക്കിടയിൽ സംശയം വളരെ ശക്തമാക്കും. CPM ഇങ്ങനെ ഒരു പാർട്ടി ആയിരുന്നു, തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു CPM എന്നൊരു തോന്നല് ഇപ്പോൾ അവരുടെ പ്രവർത്തകർക്കിടയിൽ, ഏറ്റവും അടിത്തട്ടിലുള്ള അടിസ്ഥാന വർഗത്തിന്റെ ഉള്ളിലൊക്കെ തങ്ങളുടെ വിമോചന പ്രസ്ഥാനം എന്ന് കരുതിയിരുന്ന ഒരു പ്രസ്ഥാനം, കോർപ്പറേറ്റ് ചങ്ങാത്തിത്തത്തിന്റെ അഴിമതിയുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹവാല പണം എന്ന് പറഞ്ഞ അതിനികൃഷ്ടമായിട്ടുള്ള പണത്തിന്റെ ഒരു സ്വാധീന വലയത്തിലാണെന്ന് പറയുമ്പോൾ ഇതൊരു കള്ള സംഘമാണ്, ചാരസംഘമാണ്, ചോര സംഘമാണ് എന്നുള്ള ധാരണയാണ് പരത്തുന്നത്. തിരുടൻ ഗ്രാമത്തിലുള്ള ആൾക്കാരെ പോലുള്ള കള്ളന്മാരാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു നാണക്കേട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല.
അവരുടെ കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് ചർച്ച ചെയ്ത് വിശകലനം ചെയ്ത് സത്യത്തിന്റെ വഴിയിലൂടെ പോകുന്ന ഒരു പാർട്ടിയാണെന്നാണ് അവരെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവർ മാത്രമാണ് ശാസ്ത്രീയ സോഷ്യലിസം. അത് സോഷ്യലിസം നടപ്പാക്കേണ്ട രീതി പലരും സോഷ്യലിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് കാൾ മാർക്സ് തന്നെ പറഞ്ഞത്. അപ്പൊ ആ ഒരു തത്വം, ആ ഒരു പേര്, കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പേര്, മാർക്സിസ്റ്റ് എന്നുള്ള പേര് ഇനി അവർക്ക് യോജിക്കുകയില്ല. കള്ളസംഘം, ഗൂഢസംഘം എന്നുള്ള പേര് യോജിക്കും. എന്തുകൊണ്ടെന്നാൽ ഇത് പിണറായി വിജയന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഒന്നായിരുന്നു. പക്ഷേ അതിനുവേണ്ടി തെരുവിലിറങ്ങി എന്നെ വലിച്ചുകൊണ്ട് പോകൂ എന്ന് പറഞ്ഞത് എം.എ. ബേബി സഖാവ്. ആ സഖാവ് എന്ന് പറഞ്ഞാൽ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ പാർട്ടിക്ക് മൊത്തം ആ ഒരു കാളിമ കറുപ്പ് ബാധിച്ചിരിക്കുന്നു. അപ്പോൾ ഇരുട്ടിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് CPM അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പക്ഷേ ബാംഗ്ലൂരിലെ ബംഗാളിൽ സംഭവിച്ചതുപോലുള്ള ഒരു അടിത്തറ തകർക്കൽ ആണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് ഇഡിയുടെ കുറ്റം കൊണ്ടല്ല, വീണയുടെ കുറ്റം കൊണ്ടാണ്. അവരെ അതിന് പ്രേരിപ്പിച്ച ഒരു പക്ഷേ നമുക്കറിയില്ലത് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസ് മുതലായ CPMന്റെ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇപ്പൊ നോക്കൂ, വിദേശത്തേക്ക് പണം പോയിരിക്കുന്നു, ദുബായിലേക്ക് പണം പോയിരിക്കുന്നു. ഷോൺ ജോർജ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കേണ്ട ഒരു ഘട്ടം വരുന്നു. അബുദാബിയിലേക്ക് പണം പോയിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ നിന്ന് ഇദ്ദേഹം ഇനിയും പറയുന്നത് കാനഡ ഇത് ഒരു ഒന്നുമല്ല, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ സത്യങ്ങൾ. കാനഡയിലേക്ക് പോയിട്ടുണ്ട്, അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കും ആഴ്ചയിലൊരിക്കൽ വീട്ടിലേക്ക് പോകുന്നത് പോലെ പോകുന്ന ഒരു പതിവ് പിണറായി വിജയൻ കാണിച്ചിരുന്നു. അതെല്ലാം ചെന്നെത്തുന്നത് ഇതിലേക്കാണോ എന്നുള്ള ഒരു യുക്തിഭദ്രമായിട്ടുള്ള സംശയത്തിലേക്കാണ് നമ്മളെ ഇപ്പോൾ അത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഒരുപാട് ലക്ഷങ്ങൾ കൈമാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇനി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു വിവരവും കൂടി ഉണ്ട്. അപ്പൊ ഇടിക്ക് ഇനിയും വീണയിൽ നിന്നും വിവരങ്ങൾ അറിയാനുണ്ട് അല്ലേ? അറിയാൻ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യാം. കാരണം ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. കുറ്റപത്രം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള അന്വേഷണമായിരിക്കും ഇനി നടക്കുന്നത്. കാരണം ഈ കുറ്റവാളിയാണ് തെളിയിക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നു. ഇപ്പൊ പറയുന്ന 20.85 കോടിയുടെ ഇടപാടുകൾ എന്നാണ് ഇപ്പൊ പറയുന്നത്. നമ്മൾ ആദ്യം എത്ര പറഞ്ഞ് 2.78 കോടി, അതിപ്പോ അതിന്റെ 10 ഇരട്ടിയായി. ഇനി വീണ്ടും 10 ഇരട്ടിയാവും കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ. എങ്ങനെയായിട്ട് സംഭവിച്ചത്? വളരെ വളരെ ജാഗ്രതയോടുകൂടി ED ഉദ്യോഗസ്ഥരെ വീണ എഴുതി വെച്ച കണക്കുകൾ ഡയറിയിൽ നിന്ന് കണ്ടെടുത്തു. ഡയറി കൈവശമാണ്. ആ ഡയറി വെച്ചിരുന്നത് വീണ വിജയന്റെ വീട്ടിലല്ല, ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് പിടിച്ചിറക്കി. അതുപോലെ തന്നെ ഒരു സിം കാർഡ്, അത് വീണ വിജയന്റെ പേരിൽ ഉള്ളതല്ല, മറ്റൊരാളുടെ പേരിൽ. അതെന്തിനാ കൈവശം വെച്ചിരിക്കുന്നത്? നിയമവിരുദ്ധമൊന്നുമല്ല, പക്ഷെ അതിലൊരു ഒരു കള്ളത്തരം സംശയിക്കുന്നു. ഇന്റർനെറ്റ് കോളുകൾ, അതായത് പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോഡുകൾ വേണ്ടി വിളിക്കാനും എടുക്കാനും വേണ്ടി ഉപയോഗിച്ചതാണ് ആ ഫോണെന്ന് ED പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ തെളിവുകളില്ലാതെ ED ഒന്നും പറയില്ല, കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി പോകും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് വലിയ മാനങ്ങളുണ്ട്. കേരളം കണ്ടിട്ടുള്ള അഴിമതിയുടെ ഏറ്റവും കുപ്രസിദ്ധമായിട്ടൊരു കേസ്, ഒരു കുംഭകോണം തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന CPMന്റെ പച്ചത്തുരുത്ത് ഇവിടെ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ED സത്യമാണെന്നും, ED പറഞ്ഞതാണ് സത്യം. CPM പറഞ്ഞത് മുഴുവൻ എന്റെ കൈകൾ ശുദ്ധമാണെന്ന് ഉൾപ്പെടെ ഭാര്യയുടെ പെൻഷൻ ഫണ്ടിൽ നിന്നാണ് ഈ എക്സാലോജിക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമർത്ഥമായ കള്ളത്തരങ്ങളായിരുന്നു എന്നും വിശ്വസിക്കാനാണ് ഇതുവരെ EDക്ക് വ്യക്തമായൊരു മറുപടി പറയാൻ, എല്ലാത്തിനും മറുപടി പറയുന്ന മുഹമ്മദ് റിയാസിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ബബ്ബയാണ് പറയുന്നത്. ഇതെങ്ങനെ പണമിടപാട് നടന്നു, എന്തിന്റെയാണ് പറയാൻ പറ്റുന്നില്ല. പിണറായി വിജയൻ പറഞ്ഞത് ഭാര്യയുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എല്ലാം കൂടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഈ ഇടപാട് എന്തിനു വേണ്ടി നടന്നു അത് പറയുമ്പോൾ ബബ്ബ. അത് രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുണ്ട്, വിശദീകരിക്കാൻ കഴിയുന്നില്ല. വിദേശത്തേക്ക് എന്തിനു ഈ ഹവാല പണം പോയി, അത് വിശദീകരിക്കാൻ പറയുന്നില്ല. അതിന് പറയുന്നത്
ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ 2 പേര് ഞാൻ സത്യവാങ്മൂലത്തിൽ കൊടുത്തിരുന്നു. ചുമ്മാ അതാണ്, അതിനെങ്ങും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എക്സാലോജിക്കിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എക്സ് 1 ലോജിക് 1 എന്നുള്ള തരത്തിൽ 2 കമ്പനികൾ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ സമനില തെറ്റിയിരിക്കുന്ന ഒരു പരുവത്തിലാണ് CPM-ന്റെ അതിശക്തരായിട്ടുള്ള സംഘപരിവാറിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ശൃംഖല സൃഷ്ടിച്ച നേതാക്കന്മാർക്ക് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു അതിന്റെ സത്യം. ആ രീതിയിലാണ് ഇപ്പോ അത്ര ഒരു ഇപ്പൊ സർ മുഹമ്മദ് റിയാസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ പത്രവാർത്ത തനിക്കെതിരെ വന്ന പത്രവാർത്ത പച്ചക്കള്ളമാണ്, നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ നിയമ നടപടി സ്വീകരിക്കണമെങ്കിൽ അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ടാകുമല്ലോ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച്. അപ്പോ അതായത് ഒരു കാര്യമുണ്ട്. അഭിഭാഷക കേസരികളിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ളവർ ഇവർക്ക് വേണ്ടി വാദിക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നല്ല ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ കപിൽ സിബലോ അങ്ങനെയുള്ള എണീറ്റ് നിൽക്കുന്ന 40 ലക്ഷം രൂപ ഫീസ് വാങ്ങിക്കുന്ന ഇതുപോലുള്ള അത്യാപ്തി പിടിച്ച വക്കീലന്മാരുണ്ടല്ലോ, അവർ വന്ന് വാദിക്കും. ഏത് കുൽസിത വൃത്തിയെയും ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ തന്നെ കേട്ടിട്ടുണ്ടല്ലോ, ആ വക്കീൽ മള്ളൂരും 1000 രൂപയുണ്ടെങ്കിൽ ഏത് കൊലപാതകയും രക്ഷപ്പെടാവും.